വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് ബിനാസ ഖാലിദ്. അപ്പൊ എൻചാൻഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമിനേഷനിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമി അല്ലെ എന്താണ് ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 11 ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നല്ലേ. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട നമുക്ക് പരീക്ഷയ്ക്ക് വരേണ്ടത് ഒബ്ജക്റ്റീവ്സ് എക്കണോമിക് പ്ലാനിംഗ്, അതിലെ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഷുവർ ആയിട്ട് അത് എക്സാമിനേഷൻ വരും. അപ്പൊ നിങ്ങൾ പഠിച്ചു തന്നെ ആകണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ്. അതും ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾ ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ആണ് മലയാളത്തിൽ പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ. ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അത് എങ്ങനെയാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ നമുക്ക് നോക്കാം. The Central Cabinet gave its assent on March 15, 1950 to form a planning committee to prepare projects for fulfilling the objectives of planning in India. So, ഒരു ഇന്ത്യയുടെ സെൻട്രൽ ക്യാബിനറ്റ്, കേന്ദ്ര മന്ത്രിസഭ അല്ലെ സെൻട്രൽ ക്യാബിനറ്റ് എന്തിനു മുൻകൈ എടുത്തു? മാർച്ച് 15, 1950 സെൻട്രൽ ക്യാബിനറ്റ് മുൻകൈ എടുത്തിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു. എന്തിനാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്? ടു ഫുൾഫിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്ലാനിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇപ്പൊ കുറച്ച് പഠിച്ചതേ ഉള്ളൂ. ആ പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ വേണമെന്ന് തീരുമാനിക്കുക. അതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ക്യാബിനറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തതാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓൺ 1950 മാർച്ച് 15. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അല്ലെ. അപ്പൊ ആസൂത്രണ കമ്മീഷൻ നിലവിൽ 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത് എന്തിനാണ്? നമ്മൾ പഠിച്ച കുറെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പല ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്ക് കൈവരിക്കണമെങ്കിൽ ഒരു ആസൂത്രണ കമ്മീഷൻ വേണമെന്ന് മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ എന്ത് ചെയ്തു? ഒരു ആസൂത്രണ കമ്മീഷന് രൂപം കൊടുത്തു. അത് 1950 മാർച്ച് 15 ഓർത്തു വയ്ക്കുക. ആ രണ്ട് പോയിന്റ്സ് നമ്മൾ പ്രധാനപ്പെട്ടതാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ആസൂത്രണ കമ്മീഷനില് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് അസിസ്റ്റ് ചെയ്യാൻ, പ്ലാനിംഗ് കമ്മീഷനെ ചെയർ ചെയ്യാൻ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷന് അതിന് പ്രധാനപ്പെട്ട അതിന് ചെയർ ചെയ്ത് ആരാണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതിനൊരു ഫുൾ ടൈം വൈസ് ചെയർമാൻ ഉണ്ട്. അപ്പൊ ഈ പ്രൈം മിനിസ്റ്ററെ അസിസ്റ്റ് ചെയ്ത് ഒരു ഫുൾ ടൈം വൈസ് ചെയർമാൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാബിനറ്റ് അപ്പോയിന്റ് ചെയ്ത മെമ്പേഴ്സ് പ്ലാനിംഗ് കമ്മീഷന് ഉണ്ട്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. അത് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. Planning Commission is chaired by the Prime Minister, who will be assisted by a full-time Vice Chairman. അപ്പൊ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തൊരു ഫുൾ ടൈം വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. ആൻഡ് മെമ്പേഴ്സ് ദോസ് അപ്പോയിന്റ് ബൈ ദി ക്യാബിനറ്റ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ക്യാബിനറ്റ് ആണ് മനസ്സിലാക്കുക. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് chaired by Prime Minister, who is assisted by a full-time Vice Chairman and members appointed by the Cabinet എന്ന് ഓർത്തു വയ്ക്കാം. ഇനി പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തത് നാഷണൽ പ്ലാനിംഗ് മോഡൽ നിന്നാണ്. അപ്പൊ നാഷണൽ പ്ലാനിംഗ് മോഡൽ എവിടെയുള്ള നാഷണൽ പ്ലാനിംഗ് മോഡലാണ്? സോവിയറ്റ് യൂണിയനിലെ നാഷണൽ പ്ലാനിംഗ് മോഡലിൽ നിന്നാണ് ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അഡോപ്റ്റഡ് ഫ്രം ദി നാഷണൽ പ്ലാനിംഗ് മോഡൽ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് മനസ്സിലാക്കുക. ഇനി നാഷണൽ പ്ലാനിംഗ് മോഡൽ സോവിയറ്റ് യൂണിയൻ അഡോപ്റ്റ് ചെയ്തെങ്കിലും അത് അതേപോലെ അങ്ങ് അഡോപ്റ്റ് ചെയ്തില്ല. നമ്മൾ ചെയ്ത് ചേഞ്ചസ് ഒക്കെ വരുത്തി അക്കോർഡിംഗ് ടു ദ ഡെമോക്രസി ആൻഡ് മിക്സഡ് എക്കണോമി. അപ്പൊ നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലെ, ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ തന്നെ മിക്സഡ് എക്കണോമിയാണ്. ഇവിടെ നമുക്ക് ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്. അതായത് ഒരു മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് ആ മിക്സഡ് എക്കണോമിയും ഡെമോക്രസിയും കൺസിഡർ ചെയ്തുകൊണ്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഈ സോവിയറ്റ് യൂണിയൻ നാഷണൽ പ്ലാനിംഗ് മോഡൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? സോവിയറ്റ് യൂണിയനാണ് ആസൂത്രണ കമ്മീഷന്റെ മാതൃക ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലെ ജനാധിപത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയന്റെ നാഷണൽ പ്ലാനിംഗ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ദേശീയ ആസൂത്രണ മാതൃക ഇന്ത്യ മാറ്റം വരുത്തിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഇനി പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വിഷ്വലൈസ് പ്രോജക്ട്സ് വിത്ത് എ 5-year പ്ലാൻ പെർസ്പെക്ടീവ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വന്നതിന് ശേഷം അവർ കുറെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി. ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയത് 5-year പ്ലാൻസിന്റെ ബേസിസിനാണ്. അതിന്റെ 5-year പ്ലാൻസ് വിഭാവനം ചെയ്തുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കിയത്. പ്ലാനിംഗ് കമ്മീഷൻ ഡെവലപ്പിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ 5-year പ്ലാൻസ് എന്ന് പറഞ്ഞ കുറെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി.
ആ 5 ഇയർ പ്ലാന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ 5 ഇയർ പ്ലാനും എന്തിനെയൊക്കെ ലക്ഷ്യപ്പെട്ടാണെന്ന് കൂടെ നോക്കാം. അപ്പൊ അതാണ് നമുക്ക് ഇനി അടുത്ത മനസ്സിലാക്കാനുള്ള പോലെ. ഇത്ര നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തിട്ട് പോവാം മക്കളെ. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, നമ്മൾ പറഞ്ഞു 5 ഇയർ പ്ലാനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ വിഷ്വലൈസ് പ്രോജക്ട്സ് വിത്ത് എ 5 ഇയർ പ്ലാൻ പെർസ്പെക്റ്റീവ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ പ്രോജക്ട് തയ്യാറാക്കിയത് ഒരു 5 ഇയർ പ്ലാനിനെ ബേസ് ചെയ്താണ് പ്ലാനിംഗ് കമ്മീഷൻ പ്രോജക്ട് തയ്യാറാക്കിയത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികളാണ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളായാണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ വിഷ്വലൈസ് പ്രോജക്ട്സ് 5 ഇയർ പ്ലാൻ പെർസ്പെക്റ്റീവ്. അതായത് പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികളായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എവിടെ വരുന്നു? ആസൂത്രണ കമ്മീഷൻ പദ്ധതികളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൂടുമ്പോൾ ലക്ഷ്യം നേടുക എന്നാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് പ്ലാനിംഗ് കമ്മീഷൻ പ്രോജക്ട്സ് വിഭാവനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ചത്. But planning commission main aim of 5 year plan's aim was to identify and prioritize certain sectors to attain the given targets. തന്നിരിക്കുന്ന ടാർഗറ്റുകൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെക്ടേഴ്സിന് പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നേറണം എന്നുള്ളതാണ് ഓരോ 5 ഇയർ പ്ലാന്റെ ലക്ഷ്യമായിട്ട് മനസ്സിലാക്കിയത്. എയിം ഓഫ് 5 ഇയർ പ്ലാൻസ് വാസ് ടു identify and prioritize certain sectors to attain the given targets. തന്നിരിക്കുന്ന ടാർഗറ്റ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. അപ്പൊ 5 ഇയർ പ്ലാൻ നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് 5 ഇയർ പ്ലാൻ നിലവിൽ വന്നത്. ഈ 5 ഇയർ പ്ലാൻ എന്തിനെ എയിം ചെയ്തു? Its aim was to identify and prioritize certain sectors to attain the given targets. ഒരു പ്രത്യേക മേഖല അല്ലെങ്കിൽ മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം കൈവരിക്കുക എന്നാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മള് ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് 5 ഇയർ പ്ലാനെ കുറിച്ചും സെക്കൻഡ് 5 ഇയർ പ്ലാനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മള് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വേർഡ്സ് ഡാംസ് ആൻഡ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് ഏത് സന്ദർഭത്തിലാണെന്ന് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് ഇനോഗ്രേഷൻ ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാമിന്റെ ഇനോഗ്രേഷൻ സമയത്താണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഡാംസ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന് മഹാക്ഷേത്രങ്ങളാണ് എന്ന് ജവഹർലാൽ നെഹ്റു പരാമർശിച്ചത് ഏത് സന്ദർഭത്തിലാണെന്ന് ചോദിച്ചാൽ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് അവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1951 to 56 ആണ് 5 ഇയർ പ്ലാൻ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 56 ആണ്. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിനാണ് അത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ ബക്രാനങ്കൽ ഡാമിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അഗ്രികൾച്ചർ സെക്ടർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഒരു സമയത്താണ് ബക്രാനങ്കൽ ഡാം ഇനോഗ്രേറ്റ് ചെയ്തത്. അതായത് അവിടെ ഇറിഗേഷൻ പ്രോജക്ട്സിന് ജലസേചന പദ്ധതി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ബക്രാനങ്കൽ ഡാം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് 1951 to 56 ആണ്. അത് എന്തിന് പ്രയോറിറ്റൈസേഷൻ കൊടുത്തു? അഗ്രികൾച്ചറിന് പ്രയോറിറ്റൈസേഷൻ കൊടുത്തു. ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ. ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ വർഷം നോക്കുക 1951 to 56 ആണ്. എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത 5 ഇയർ ആണ്. അതായത് 56 to 61 ആണ്. ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? 56 to 61 ആണ്. ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇനി മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ 61 to 66 ആണ്. അവിടെ ഫുഡിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കാനാണ് ലക്ഷ്യം. എയിം എന്താണ്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 51 to 56 ആണ്. അവിടെ ഗേവ് ഇമ്പോർട്ടൻസ് ടു എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ. ഓവറോൾ പ്രൊഡക്ഷൻ അഗ്രികൾച്ചർ ആയിരുന്നു അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കുക. ഓവറോൾ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 61 to 66 ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്ത് മനസ്സിലാക്കി? മൂന്നാം പഞ്ചവത്സര പദ്ധതി തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 61 to 66 ആണ്. അവിടെ സഫിഷ്യൻസി ഇൻ ഫുഡിൽ സഫിഷ്യന്റ് ആവുക എന്നതാണ് അതിന്റെ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു അവിടെ ലക്ഷ്യമിട്ടത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 1956 മുതൽ 61 വരെയാണ് വ്യാവസായിക വികസനമാണ് അവിടെ ലക്ഷ്യമാക്കിയെന്ന് ഓർത്തു വയ്ക്കുക.
മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1961 മുതൽ 66 വരെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടന സ്വയം പര്യാപ്തത എന്നിവയാണ് അവിടെ ലക്ഷ്യമാക്കിയത്. എന്തൊക്കെയാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അതായത് നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ഫുഡിലും അതുപോലെ തന്നെ എക്കണോമിക്കലിയും സെൽഫ് സഫിഷ്യന്റ് ആകാന്നാണ് അവിടുത്തെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇവിടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ കാർഷിക മേഖലയിൽ എന്തുണ്ടാകണം? പുരോഗതി ഉണ്ടാകണം. അത് തേർഡ് 5-year പ്ലാൻ 61 to 66 നമ്മൾ പറഞ്ഞത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് പറഞ്ഞു. അപ്പൊ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത് അല്ലെ. സോ ദ കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 പ്ലാൻസ്, അതിൽ ഫസ്റ്റ് 5 പ്ലാനും സെക്കൻഡ് 5 പ്ലാനും എന്തിന് പ്രയോറിറ്റേഷൻ കൊടുത്തു? നമ്മൾ ഫസ്റ്റ് 5 പ്ലാൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡിലെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റിലും സെക്കൻഡിലും അഗ്രികൾച്ചർ സെക്ടർ അത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് തേർഡ് 5-year പ്ലാനിന് കൂടുതൽ എഫേർട്ട് ഇട്ട് നമ്മൾ ഫുഡിൽ സെൽഫ് സഫിഷ്യന്റ് ആകാന്ന ലക്ഷ്യം കൊണ്ടുവന്നത്. So it led to an all-out effort to achieve self-sufficiency in food and that progress in agriculture. അങ്ങനെ അഗ്രികൾച്ചർ പ്രോഗ്രസ് ചെയ്യാം. അങ്ങനെ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റേജസ് 1960 to 70 1970 to 80 രണ്ട് സ്റ്റേജസ് ആയിട്ട് അതിനെ മാറ്റി. ആ സമയത്താണ് ഗ്രീൻ റവല്യൂഷൻ ഉണ്ടായത്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിന് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സെൽഫ് സഫിഷ്യൻസി ഫുഡ് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ 5-year പ്ലാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സ്റ്റേജസ് ആയിട്ട് അതിനെ മാറ്റി. അഗ്രികൾച്ചർ സെക്ടറിന് അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടാകാൻ വേണ്ടി രണ്ട് സ്റ്റേജ് 1960 to 70 70 to 80 അങ്ങനെ രണ്ട് സ്റ്റേജ്. ആ ഒരു സമയത്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അതായത് കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 രണ്ടാം ഘട്ടത്തിലും എന്നാണ് കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ ഫസ്റ്റ് 5-year പ്ലാന് സെക്കൻഡ് 5-year പ്ലാന് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന് പ്രയോറിറ്റൈസേഷൻ കൊടുത്തുവെങ്കിലും നമ്മൾ ഫുഡിലൊന്നും സെൽഫ് സഫിഷ്യന്റ് ആയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ട് സ്റ്റേജസ് ആയിട്ട് ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിനും അതുപോലെ തന്നെ ഫുഡിൽ സഫിഷ്യന്റും ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് രണ്ട് സ്റ്റേജസിലായിട്ട് അതിന് മാറ്റി. എന്തൊക്കെയാണ്? 1960 to 70 1970 to 80 ആ രണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ചേഞ്ചസ് ഉണ്ടായ ആ ഒരു ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടറിലെ എന്താണ് ഗ്രീൻ റവല്യൂഷൻ വിളിക്കുന്നത്, ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. 1960 മുതൽ 1970 വരെ ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെ രണ്ടാം ഘട്ടത്തിലും കാർഷിക രംഗത്തെ ഈ മാറ്റത്തെ എന്തെന്ന് വിളിച്ചു? ഹരിത വിപ്ലവം എന്ന് അറിയപ്പെട്ടു. അപ്പൊ എന്തിനാണ് ഹരിത വിപ്ലവം കൊണ്ടത്? കാർഷിക മേഖലയിലെ പുരോഗതിക്കും അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹരിത വിപ്ലവം ഉണ്ടായത്. അപ്പൊ എന്താണ്? To become self-sufficient food as well as for the overall production of the agriculture. overall development of agriculture. ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എങ്ങനെ പോസിബിൾ ആക്കി? ഗ്രീൻ റവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദ യൂസ് ഓഫ് ഹൈ yielding seeds, improved irrigation, fertilizers, insecticides and agriculture finance at low interest rate. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എങ്ങനെയൊക്കെ പോസിബിൾ ആക്കി? ഹരിത വിപ്ലവം എങ്ങനെയൊക്കെ നടപ്പിലാക്കി? അതായത് ഹൈ yielding സീഡ്സ് ഉപയോഗപ്പെടുത്തി. അപ്പൊ അഗ്രികൾച്ചറിലാണല്ലോ ഓവറോൾ പ്രൊഡക്ഷൻ ഉണ്ടാവേണ്ടത്. അപ്പൊ ഈൽഡ് കൂടിയ, അതായത് വേഗം എന്താണ് കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാവുന്ന സീഡ്സ്, പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന സീഡുകൾ ഉപയോഗപ്പെടുത്തി, ഹൈ yielding സീഡ്സ് ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ എന്താണ് നല്ല വേഗം വിളവ് കിട്ടുന്ന സീഡുകൾ ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, കൂടുതൽ വിളവ് കിട്ടുന്ന സീഡുകൾ, അതായത് നല്ല നല്ല കൂടുതൽ ആരോഗ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ വിളവ് കിട്ടുന്നതായിട്ടുള്ള വിത്തുകൾ ഉപയോഗപ്പെടുത്തി. ഹൈ yielding സീഡ്സ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു. അത് ഇറിഗേഷൻ ജലസേചന പദ്ധതികളൊക്കെ ഇംപ്രൂവ് ചെയ്തു. അതിന് നമ്മൾ ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തു. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചു. അങ്ങനെ അത് മാത്രമല്ല അഗ്രികൾച്ചർ ഫിനാൻസ്, അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ലോണും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാനും തുടങ്ങി. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രീൻ റവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദ യൂസ് ഓഫ് ഹൈ yielding seeds, improved irrigation, fertilizers, insecticides and agriculture finance at a low interest rate. അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഹരിത വിപ്ലവത്തിലൂടെ ഈ പറയുന്ന ഭക്ഷ്യ ഉൽപാദനം കൂട്ടിയത്? അതായത് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി
കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി വരുത്തിയാണ് ഹരിത വിപ്ലവം എന്നുകൊണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് കാർഷിക ഉൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി വരുത്തിയതാണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഏതിലൂടെയാണ് പുരോഗതി വരുത്തിയത്? അത്യുൽപാദന ഹൈ yielding സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് ജലസേചന സൗകര്യങ്ങൾ കൂടുതലുണ്ടാക്കി, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് രാസവളം ഉപയോഗപ്പെടുത്തി, ഇൻസെക്ടിസൈഡ്സ് കീടനാശിനി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫിനാൻസ് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അതായത് കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടൊക്കെയാണ് കാർഷിക ഉൽപ്പന്നത്തിൽ ഗണ്യമായ പുരോഗതി വളർത്തിയത്. അതിനെയാണ് എന്ത് വിളിക്കുന്ന ഹരിത വിപ്ലവം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി അതിലൂടെ ഈ ഗ്രീൻ റവല്യൂഷൻ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ഫുഡ് ഔട്ട്പുട്ട് അല്ലെ, ഫുഡ് ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂടി. പ്രധാനമായിട്ടും ഏത് ഫുഡിലാണ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിച്ചതെന്ന് വെച്ചാൽ വീറ്റിലും റൈസിലുമാണ്. അപ്പൊ വീറ്റും റൈസുമാണ് അത് ഗ്രീൻ റവല്യൂഷൻ ഭാഗമായിട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. ഇനി അങ്ങനെ നമ്മൾ ഫോറിനേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് സഫിഷ്യന്റ് ആയി, അങ്ങനെ ഫുഡിൽ സെൽഫ് സഫിഷ്യന്റ് ആകുക എന്ന് പറയുന്ന നമ്മുടെ 5 year പ്ലാൻ അങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കിയത്. ഏതിലൂടെയാണ്? ബൈ മീൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അപ്പൊ എന്താണ്? ഗോതമ്പ് അല്ലെ, ഏതൊക്കെ ഭക്ഷ്യ ഉൽപാദനത്തിലാണ് നമ്മൾ അവിടെ വളർച്ച കൈവരിച്ചത്? ഗോതമ്പ്, നെല്ല് മുതൽ പ്രത്യേകിച്ച് ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉൽപാദനങ്ങൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. അങ്ങനെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും നമുക്ക് സാധിച്ചു. അതാണ് നമ്മൾ തേർഡ് 5 year പ്ലാന്റെ കാര്യത്തിൽ അവിടെ തേർഡ് 5 year പ്ലാന്റെ സമയത്ത് നമ്മൾ 61 to 66 സെൽഫ് സഫിഷ്യൻസി ഫുഡ്, അതുപോലെ സെൽഫ് സഫിഷ്യൻസി എക്കണോമി, ഈ 2 കാര്യങ്ങളാണ് ലക്ഷ്യമായിട്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം പീരീഡിന് 60 to 70, 70 to 80 എന്ന് പറഞ്ഞ 2 സ്റ്റേജസിൽ അവിടെയാണ് എന്ത് സംഭവിച്ചത്? ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. ഗ്രീൻ റവല്യൂഷൻ പോസിബിൾ ആക്കി ഏതൊക്കെ മെത്തേഡ്സ് വരുന്ന മനസ്സിലാക്കി, അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കി. സോ along with ഗ്രീൻ റവല്യൂഷൻ മാത്രം പോരല്ലോ നമ്മൾ, അതായത് അഗ്രികൾച്ചർ സെക്ടർ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, മൊത്തത്തിൽ എല്ലാ ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ മാത്രം, എല്ലാ സെക്ടേഴ്സും ഡെവലപ്പ് ഉണ്ടാക്കി മാത്രമേ ഒരു നേഷന് ഗ്രോത്ത് എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മറ്റുള്ള സെക്ടേഴ്സിൽ എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാകണം. along with ഗ്രീൻ റവല്യൂഷൻ, so listen here, along with ഗ്രീൻ റവല്യൂഷൻ India succeeded in increasing milk and milk products through white revolution. അപ്പം മിൽക്ക് പ്രൊഡക്ട്സിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷനിൽ തന്നെ മിൽക്ക് പ്രൊഡക്ട്സിനും ഇൻക്രീസ് ചെയ്തു. ഏതിലൂടെയാണ്? അവിടെ വൈറ്റ് റവല്യൂഷൻ, മിൽക്ക് പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്ത് ഏതിലൂടെയാണ്? വൈറ്റ് റവല്യൂഷനിലൂടെയാണ്. ഇനി അവിടെ ഫിഷറീസിന്റെ സെക്ടേഴ്സിലും പ്രോഗ്രസ് ഉണ്ടായി. അതിന് പറയുന്നതാണ് ബ്ലൂ റവല്യൂഷൻ. എന്താണ് ബ്ലൂ റവല്യൂഷൻ? അപ്പൊ മിൽക്ക് പ്രൊഡക്ട്സിന് ഇൻക്രീസ് ഉണ്ടായിരുന്ന എന്ത് റവല്യൂഷൻ എന്നാണ്? വൈറ്റ് റവല്യൂഷൻ. ഇനി ഫിഷറി സെക്ടറിലാണ് ഇംപ്രൂവ്മെന്റ് ആയത്, അതിന്റെ ബ്ലൂ റവല്യൂഷൻ എന്നാണ് വിളിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സെക്ടേഴ്സിന് ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പൊ മക്കളെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഹരിത വിപ്ലവം പോലെ തന്നെ സമാനമായ രീതിയിൽ പാൽ ഉൽപാദനങ്ങളും വർധന ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്താണ് ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ. എന്താണ് ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ? പാൽ ഉൽപാദനങ്ങളും വർധനവ്, അതിനാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ധവള വിപ്ലവം വന്നത്. അതിലൂടെ ഇന്ത്യക്ക് വിജയം നേടാൻ സാധിച്ചു. ഇനി മത്സ്യ ഉൽപാദന മേഖലയിൽ ഇന്ത്യ നേട്ടം കൈവരിച്ചത് മറ്റൊരു വിപ്ലവത്തിലൂടെയാണ്. അതാണ് നീല വിപ്ലവം, എങ്കിൽ ബ്ലൂ റവല്യൂഷനൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ വഴിയാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ 5 year പ്ലാൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ തേർഡ് 5 year പ്ലാൻ പഠിച്ചപ്പോഴാണ് അവിടെ ഗ്രീൻ റവല്യൂഷനെ കൂടെ പഠിച്ചത്. ഗ്രീൻ റവല്യൂഷനൊപ്പം തന്നെ ഇന്ത്യയിൽ തുടങ്ങിയതാണ് വൈറ്റ് റവല്യൂഷൻ, അതുപോലെ ബ്ലൂ റവല്യൂഷൻ ഒക്കെ കൂടെ മനസ്സിലാക്കുക. അപ്പൊ അടുത്തത് നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞ ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെ 1951 മുതൽ 56 ആണ്. ഫസ്റ്റ് 5 year പ്ലാൻ 1951 to 56 ആണ്. എന്താണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി സെക്കൻഡ് 5 year പ്ലാൻ എന്ന് പറഞ്ഞാൽ പീരീഡ് 1956 to 61 ആണ് ഓർത്തു വയ്ക്കുക. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വ്യാവസായിക വികസനമാണ് ലക്ഷ്യം കൊണ്ടത്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. അവിടെ ഭക്ഷ്യം സ്വയം പര്യാപ്തത, അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ് തേർഡ് 5 year പ്ലാനില് 1961 to 66 ആണ്. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, അതുപോലെ സെൽഫ് സഫിഷ്യൻസി ഇൻ എക്കണോമി, അത് രണ്ടുമാണ് എന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഫോർത്ത് 5 year പ്ലാൻ 1969 to 74 ആണ്. ഫോർത്ത് 5 year പ്ലാൻ 1969 to 74 ആണ്. അവിടെ എന്താണ് സെൽഫ് റിലയൻസ് ഇൻ സസ്റ്റൈൻഡ് ഗ്രോത്ത്. അതാണ്
സെൽഫ് റിലയന്റ് ആകുക, അതുപോലെ സസ്റ്റെയിൻഡ് ഗ്രോത്ത്. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, അതുപോലെ സ്വാശ്രയത്വം. അത് സ്വാശ്രയത്വം നമ്മൾ സെൽഫ് റിലയന്റ് ആകുക, അതുപോലെ തന്നെ വളർച്ച ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള വളർച്ചയാണ് ലക്ഷ്യം കൈവരിക്കുന്നത്. അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1968 to 74 ആണ്. അവിടെ നിന്ന് സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വമാണ് പ്രധാന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന് മനസ്സിലാക്കാം. അടുത്ത 5th 5-year പ്ലാൻ, 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1974 മുതൽ 79 വരെയാണ്. 1974 മുതൽ 79 വരെയാണ് 5-year പ്ലാൻ. എന്താണ് 5ാം പഞ്ചവത്സര പദ്ധതി 5th 5-year പ്ലാൻ? അവിടെ ദാരിദ്ര്യ നിർമ്മാണമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്താണ്? റിമൂവൽ ഓഫ് പോവർട്ടി. അപ്പൊ 1969 to 1974 ആണ് 5th 1974 to 79. 1969 to 74 4th 5-year പ്ലാൻ. അതാണ് സെൽഫ് റിലയൻസും അതുപോലെ തന്നെ സസ്റ്റെയിൻഡ് ഗ്രോത്തും അതാണ് പറഞ്ഞിട്ടുള്ളത്. 1974 to 79 5th 1974 to 79 5th 5-year പ്ലാൻ. അവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് പോവർട്ടി, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, റിമൂവൽ ഓഫ് പോവർട്ടി ആണ് അവിടുത്തെ ലക്ഷ്യം. 1974 to 79 റിമൂവൽ ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്ത 6ാം പഞ്ചവത്സര പദ്ധതിയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് 1980 to 85 ആണ്. അപ്പൊ 6ാം പഞ്ചവത്സര പദ്ധതി 6th 5-year പ്ലാൻ 1980 to 85 ആണ്. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. ഇംപ്രൂവ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, അതായത് ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചർ സെക്ടറിലുമുള്ള ബേസിക് ലെവലായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6th 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ 1980 to 85. 1980 to 85 ആണ് 6th 5-year പ്ലാൻ. അവിടെ എന്താണ്? ഇംപ്രൂവ്മെന്റ് അല്ലെ? എവിടെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. അതായത് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1980 മുതൽ 85 വരെയാണ് കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അങ്ങനെ കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 6th 5-year പ്ലാൻ 1980 to 85 ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 1961 to 66 വരെ നമ്മൾ നേരത്തെ നോക്കി. അടുത്ത 69 to 74 ആണ് 4th 5-year പ്ലാൻ എന്ന് പറയുന്നത്. അവിടെ സെൽഫ് റിലയന്റ് ആൻഡ് സസ്റ്റെയിൻ ഗ്രോത്ത്, അതായത് എന്താണ്? സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വം. അടുത്ത 5ാം പഞ്ചവത്സര പദ്ധതി 1974 to 79 എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ റിമൂവൽ ഓഫ് പോവർട്ടി. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 to 85 ആണ്. അവിടെ നമ്മൾ പറയുന്നത് ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, അതായത് കാർഷിക വ്യവസായ മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെയാണ്. അവിടെ എന്താണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എന്താണ്? മോഡേണൈസേഷൻ, ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. മോഡേണൈസേഷൻ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവാണ് 1985 മുതൽ 1990 വരെ എന്താണ് 7ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. മോഡേണൈസേഷൻ, ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിൽ സാധ്യതകൾ ഇൻക്രീസ് ചെയ്യുക. അതിന് മോഡേണൈസേഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് വെച്ചാൽ 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. വർഷം 1985 to 1980 ആണ് ഇവിടെ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് മക്കളെ 8ാം പഞ്ചവത്സര പദ്ധതി 8th 5-year പ്ലാൻ. ഇയർ എന്താണ്? 1992 to 1997. 1992 to 1997. അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് അതിന്റെ ഒബ്ജക്റ്റീവ്. എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് മനുഷ്യന്റെ, അതായത് എംപ്ലോയീസിന്റെ നോളജും എബിലിറ്റീസും സ്കിൽസും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് അവിടെ ആ ഒരു സമയത്ത് 5-year പ്ലാനിൽ ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ ആ 5-year പ്ലാൻ ലക്ഷ്യം എന്തായിരുന്നു? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് ഹ്യൂമന്റെ ഉപയോഗപ്പെടുത്തുന്ന എംപ്ലോയീസ് ആണ് നമ്മൾ ഹ്യൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ? അവരുടെ തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ എബിലിറ്റീസ്, സ്കില്ല്, നോളജ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. അതാണ് 8th 5-year പ്ലാനിലെ ഒബ്ജക്റ്റീവ്. 8th 5-year പ്ലാൻ മീൻസ് ഏതാണ്? ഇയർ 1992 to 1997. 1992 to 1997 എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി 1992 to 1997 മാനവശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഓർത്തു വെക്കാം. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി 9th 5-year പ്ലാൻ 1997-2000 9th 5-year പ്ലാൻ. അവിടെ എന്താണ്? റൂറൽ ഡെവലപ്മെന്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമീണ വികസനം. ഇനി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് മീൻസ് വികേന്ദ്രീകൃത ആസൂത്രണം. ആ ആസൂത്രണം വികേന്ദ്രീകരിച്ച് നടക്കുന്നു. വികേന്ദ്രീകൃത ആസൂത്രണം അതാണ് എന്താണ്? റൂറൽ ഡെവലപ്മെന്റ് ഡീസെൻട്രലൈസ്ഡ് പ്ലാൻ. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പഠിക്കുന്നതാണ്. അപ്പൊ 9ാം പഞ്ചവത്സര 9th 5-year പ്ലാൻ 1997 to 2002
എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? റൂറൽ ഡെവലപ്മെന്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ടേം പീരീഡ് 2002 to 2007 ആണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007. അവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന മുതലുകളിൽ അത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക, അതായത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് വർദ്ധിപ്പിക്കുക. ആദ്യം നിക്ഷേപിക്കുന്ന എമൗണ്ട് വർദ്ധിപ്പിക്കുക, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. എന്താണ് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 ആണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ലക്ഷ്യമെന്നോ ഓർത്തു വയ്ക്കാം. ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയാണ് 2007 to 2012 ആണ്. 2007 to 2012 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനമാണ് അവർ ലക്ഷ്യം കൊണ്ടിരിക്കുന്നത്. എന്താണ്? ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു. അടുത്ത 11ാം പഞ്ചവത്സര പദ്ധതിയാണ് 2007 മുതൽ 2012 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം അല്ലെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ, അതാണ് എന്റെ ലക്ഷ്യമെന്ന് ഓർത്തു വയ്ക്കാം. ഈ 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 2017 12ാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഏത് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാണ്? 12ാം പഞ്ചവത്സര പദ്ധതി ഒബ്ജക്റ്റീവ് ആണ്. 2012 to 2017 ആണ് ഓർത്തു വയ്ക്കുക. അപ്പൊ 5 year പ്ലാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്ലാനിനും അതിന്റെ ഇയറും അതുപോലെ ഒബ്ജക്റ്റീവ്സും നോക്കി വെക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്കിനി മനസ്സിലാക്കാനുള്ളത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അതുപോലെ നീതി ആയോഗിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 പോയിന്റ്സും ഈ ചാപ്റ്ററിൽ മിസ്സാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.